ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 20. സ്വന്തം കാലിൽ തന്നെ അമ്പെയ്യുക. ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്നു പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം. ചരിത്രത്തിലെ മറ്റാരേക്കാളും ദൂരത്തിൽ അമ്പെയ്യാൻ അതിമോഹമുള്ള ഒരു എഞ്ചിനീയർ 2028 അടി എന്ന റെക്കോർഡ് തിരുത്താൻ ലക്ഷ്യം വെച്ചു. 2021 അയാൾ ഉപ്പ് പരലിനു മുകളിൽ മലർന്ന് കിടന്ന് സ്വയമായി രൂപകൽപ്പന ചെയ്ത കാൽ കൊണ്ടെയ്യാവുന്ന വില്ലിന്റെ ഞാൺ വലിച്ച് 1 മൈലിലധികം, ഏകദേശം 5280 അടി ദൂരത്തേക്ക് പുതിയ റെക്കോർഡ് അമ്പയക്കാൻ തയ്യാറെടുത്തു. ദീർഘനിശ്വാസമെടുത്ത് അയാൾ അമ്പയച്ചു. അത് 1 മൈൽ യാത്ര ചെയ്തില്ല. വാസ്തവത്തിൽ അത് 1 അടിയിൽ താഴെ മാത്രമേ യാത്ര ചെയ്തുള്ളൂ. അയാളുടെ സ്വന്തം കാലിലേക്കാണത് പതിച്ചത്. കാര്യമായ അപകടം വരുത്തുകയും ചെയ്തു. അയ്യോ! ചിലപ്പോൾ വഴിതെറ്റിയ അഭിലാഷത്തോടെ ആലങ്കാരികമായി നാം നമ്മുടെ കാലിൽ തന്നെ അമ്പെയ്തേക്കാം. യാക്കോബിനും യോഹന്നാനും എന്തെങ്കിലും നല്ല ആഗ്രഹത്തോടെ അന്വേഷിക്കുക എന്നതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു. പക്ഷേ തെറ്റായ കാരണങ്ങളാൽ നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണം എന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. അവർ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞിരുന്നു. അതിനാൽ അവർ ഈ അഭ്യർത്ഥന നടത്തിയത് എന്തുകൊണ്ടാണെന്ന് കാണാൻ എളുപ്പമാണ്. പ്രശ്നം, അവർ സ്വാർത്ഥതയോടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ തങ്ങളുടെ ഉന്നതമായ സ്ഥാനവും അധികാരവും തേടുകയായിരുന്നു. അവരുടെ അഭിലാഷം അസ്ഥാനത്താണെന്ന് യേശു അവരോട് പറഞ്ഞു. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ക്രിസ്തുവിനു വേണ്ടി നല്ലതും മഹത്തായതുമായ കാര്യങ്ങൾ ചെയ്യാൻ നാം ലക്ഷ്യമിടുമ്പോൾ നമുക്ക് അവൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടാം. ദൈവം നന്നായി ചെയ്തതുപോലെ മറ്റുള്ളവരെ താഴ്മയോടെ സേവിക്കുക. ചിന്തിക്കുക, അഭിലാഷത്തിന് നല്ലതും ചീത്തയുമാകാൻ കഴിയുന്നത് എന്തുകൊണ്ട്? യേശുവിനെ പോലെ സേവിക്കുക എന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ അഭിലാഷമാക്കാം? ദൈവത്തിന് മഹത്വം.